ഹായ് ഫ്രണ്ട്സ്, R4iയുടെ മ്യൂച്വൽ ഫണ്ട് അതുപോലെ ETF റിലേറ്റഡ് ആയിട്ടുള്ള വീക്കെൻഡ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന റീറ്റെയിലേഴ്സിൻ്റെ ആ ഒരു ഇൻഫ്ലോ കഴിഞ്ഞ ജൂലൈ മാസം പല റെക്കോർഡുകളും ഭേദിച്ചതായിട്ടാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ അവർ പുറത്തുവിട്ട ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മൊത്തം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ആ ഒരു AUM അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 75 ലക്ഷം കോടി കവിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 1.3% ഒരു വർധനമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലോയിൽ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഹയസ്റ്റ് എവർ ഇൻഫ്ലോ ആണ് വന്നിട്ടുള്ളത്. 42,702 കോടിയുടെ ഒരു മണി ഇൻഫ്ലോ ആണ് ഈ ഒരു ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അത് 28,464 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. ഈ രണ്ട് ഡാറ്റകളും ഒരു മാസത്തിൽ രേഖപ്പെടുത്തുന്ന ഹയസ്റ്റ് എവർ ഫിഗർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട്സ് അത് ഏകദേശം 5.4% ന്യൂ രജിസ്ട്രേഷൻ്റെ ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ 9.11 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലാണ് പോകുന്നത് എങ്കിൽ കൂടി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് പല ഇൻവെസ്റ്റേഴ്സും കാണുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വമ്പിച്ച ഒരു ഫണ്ടിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ കാണുന്നത്. അപ്പോൾ ഈ ഈക്വിറ്റി ഫണ്ടുകളിൽ തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും നല്ല ഒഴുക്കാണ് കാണുന്നത്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ 4,000 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 6,400 കോടിയായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ മാസം 3,700 കോടി ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 5,100 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ലാർജ് ക്യാപ്പിൽ കഴിഞ്ഞ മാസം 1,694 കോടിയായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ 2,125 കോടിയാണ് ഈ ഒരു മാസം വന്നത്. ഇതേപോലെ തന്നെ ഡെറ്റ് ഫണ്ടുകളിലും ഹൈബ്രിഡ് ഫണ്ടുകളിലും ഈ ഒരു മുന്നേറ്റം കാണാൻ പറ്റും. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ 3,000 കോടിയിൽ നിന്ന് 6,000 കോടിയായിട്ട് വരുന്നുണ്ട്. ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 1,800 കോടിയിൽ നിന്ന് 2,600 കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ആർബിട്രാജ് ഫണ്ടുകളിൽ അതൊരു ഷോർട്ട് ടേം ഫണ്ട് ആയതുകൊണ്ട് അതായത് 15,000 കോടിയിൽ നിന്ന് 7,000 കോടിയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആർബിട്രാജ് ഫണ്ടുകളിൽ അപ്പോൾ അതൊരു ഷോർട്ട് ടേം ഫണ്ട് ആയതുകൊണ്ട് അവിടെ നിന്ന് പിൻവലിച്ച് കൂടുതലായിട്ട് ഈക്വിറ്റി ഫണ്ടുകളിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇതേപോലെ ഇൻവെസ്റ്റേഴ്സ് ശക്തമായിട്ട് വരുന്നത് കണ്ടുകൊണ്ട് പല AMCകളും പുതിയ ന്യൂ ഫണ്ട് ഓഫറുകൾ ഇൻവെസ്റ്റേഴ്സിന് നൽകിക്കൊണ്ട് അവരെ കൂടുതലായിട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 30ഓളം പുതിയ സ്കീമുകളാണ് കഴിഞ്ഞ മാസം മാത്രം വന്നിട്ടുള്ളത്. അത് പല കാറ്റഗറിയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ന്യൂ ഫണ്ട് ഓഫർ വഴി ഏകദേശം 30,416 കോടിയോളം NFO വഴി സമാഹരിച്ചതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ഈ ന്യൂ ഫണ്ട് ഓഫറുകളിൽ ഈക്വിറ്റി സ്കീം കുറവാണ്, 8,997 ഉള്ളൂ. പക്ഷേ ഡെറ്റ് സ്കീമാണ് കൂടുതലുള്ളത്. 5 പുതിയ ഡെറ്റ് സ്കീമിൽ ഏകദേശം 18,948 കോടിയുടെ ഒരു ഫണ്ട് സമാഹരണമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വമ്പിച്ച ഒരു പണമൊഴുക്ക് ഇത്തരം മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏത് ഫണ്ടുകളിലേക്കാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 8 മ്യൂച്വൽ ഫണ്ടുകളിൽ 1,000 കോടിക്ക് മുകളിൽ കഴിഞ്ഞ ഒരു മാസം മാത്രം ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 8 ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ സംസാരിക്കുന്നത്. അതിലൊന്ന് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ടിലേക്കാണ് ഏറ്റവും അധികം ഹയസ്റ്റ് ഇൻഫ്ലോ ഈക്വിറ്റി ഫണ്ടുകളിൽ വന്നിട്ടുള്ളത്. 2,888 കോടിയുടെ ഒരു ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ AUM 1.1 ലക്ഷം കോടിയായിരുന്നു ജൂൺ മാസത്തിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1.13 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഈക്വിറ്റി ഫണ്ടുകളിൽ ഏറ്റവും അധികം ഹയസ്റ്റ് AUM ഉള്ള ഒരു കമ്പനിയായിട്ട് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ട് അവരുടെ ആ ഒരു സ്ഥാനം അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ ഫണ്ടിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Nifty 50 കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷം 192% ഒരു അബ്സല്യൂട്ട് റിട്ടേൺ ആണ് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ട് തന്നിട്ടുള്ളത്. നിഫ്റ്റിയുടെ റിട്ടേൺ 120%. അപ്പോൾ നിഫ്റ്റിയെ ശക്തമായിട്ട് ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ ഒരു മാസം നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. -2.3% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് Nifty 50 നൽകിയത്. എന്നാൽ ഈ ഒരു പരാഗ് പരീഖ് ഫണ്ട് നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിലും അത് 0.09 മാത്രമാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ആ ഫണ്ടിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് കൂടിയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ 1,057 കോടിയുടെ ഒരു ഇൻഫ്ലോ വന്നിട്ടുള്ള മറ്റൊരു ഫ്ലക്സി ക്യാപ് ഫണ്ടാണ് HDFC ഫ്ലക്സി ക്യാപ് ഫണ്ട്. അതിൻ്റെ AUM കഴിഞ്ഞ ജൂൺ മാസം 79,584 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 80,642 കോടിയായിട്ട് പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ റിട്ടേൺ നമ്മൾ Nifty 50 കമ്പയർ ചെയ്യുമ്പോൾ 250% റിട്ടേൺ ആണ് 5 വർഷം ഇത് നൽകിയത്.
അത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ ആണ്. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ -2.3% റിട്ടേൺ ആണ് നൽകിയതെങ്കിൽ ഈ ഫണ്ട് മൈനസ് ആണ് എങ്കിലും 0.72% മാത്രമാണ് അത് ഡൗൺ ആയിട്ടുള്ളത്. എന്നാൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിനെ ബീറ്റ് ചെയ്യാൻ HDFC ഫ്ലെക്സി ക്യാപ്പിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ. അടുത്ത ഒരു ശക്തമായ ഫ്ലോ വന്നിട്ടുള്ളത് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടിലാണ്. 1080 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് കഴിഞ്ഞ ഒരു മാസം മാത്രം വന്നിട്ടുള്ളത്. ഇവരുടെ AUM 12,951 കോടിയിൽ നിന്ന് ഇപ്പോൾ 14,062 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ സ്വാഭാവികമായിട്ട് ലോങ് ടേം നല്ല റിട്ടേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി 50 ആയിട്ട് ബന്ധൻ സ്മോൾ ക്യാപ്പിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 332% ഒരു റിട്ടേൺ ആണ് 5 വർഷം ആബ്സല്യൂട്ട് റിട്ടേൺ ഈ ബന്ധൻ സ്മോൾ ക്യാപ്പ് നൽകിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ റിട്ടേൺ 120% ആണ്. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ആണ് സ്മോൾ ക്യാപ് ഫണ്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റിട്ടേൺ -2.3 എന്നുള്ള ഫിഗർ ആണെങ്കിൽ ഈ ഫണ്ടിൻ്റെ റിട്ടേൺ -3.98 ഓൾമോസ്റ്റ് 4% ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നിഫ്റ്റി 2% ഡൗൺ ആയപ്പോൾ ഇത് 4% താഴോട്ടേക്ക് പോയി എന്ന് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ കണ്ട HDFC ഫ്ലെക്സി ക്യാപ്പ് ആയാലും അല്ലെങ്കിൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ആയാലും അത് ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ നൽകുമ്പോൾ ഇവിടെ ആ പ്രൊട്ടക്ഷൻ്റെ കുറവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. നിഫ്റ്റിയേക്കാൾ വലിയ ഫോളാണ് ബന്ധൻ സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. 1000 കോടിക്ക് മുകളിൽ ഫ്ലോ വന്ന മറ്റൊരു ഫണ്ട് ICICI Prudential ഈക്വിറ്റി സേവിംഗ് ഫണ്ടാണ്. 1131 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് കഴിഞ്ഞ മാസം ഇതിലുണ്ടായിട്ടുള്ളത്. ഇവരുടെ AUM 14,168 കോടിയിൽ നിന്ന് 15,301 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഈക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഫണ്ടാണ്. അതായത് ഡെറ്റിലും ഈക്വിറ്റിയിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണിത്. മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ 65% ഈക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു ഫണ്ട് കൂടിയാണിത്. അതുപോലെ മിനിമം 10% ഡെറ്റ് ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു ഫണ്ട് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈക്വിറ്റി ഫണ്ട്, ഒരു പ്യുവർ ഈക്വിറ്റി ഫണ്ട് നൽകുന്ന ഒരു റിട്ടേൺ ലോങ് ടേമിൽ നമുക്കൊരിക്കലും ഒരു ഈക്വിറ്റി സേവിങ്സ് ഫണ്ടിൽ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നിഫ്റ്റി 50 ആയിട്ട് ഇതിൻ്റെ റിട്ടേൺ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം നിഫ്റ്റി 120% റിട്ടേൺ ആണെങ്കിൽ ഇവിടെ 62% റിട്ടേൺ മാത്രമേ 5 വർഷം പീരീഡിൽ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫണ്ട് പോസിറ്റീവിലാണ്, 0.08% ആണ്. നിഫ്റ്റി ആണെങ്കിൽ നെഗറ്റീവിലാണ്, 2.3%. അപ്പോൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈക്വിറ്റി ഫണ്ടുകളൊക്കെ ബീറ്റ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാകുമ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ഇത്ര ഹൈബ്രിഡ് ഫണ്ടുകൾ പോസിറ്റീവ് റിട്ടേൺ നൽകാറുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണിത്. ഇതേപോലെ 1000 കോടിക്ക് മുകളിൽ കഴിഞ്ഞ ഒരു മാസം മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം സമാഹരിക്കപ്പെട്ട ഫണ്ടുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ 8 ഫണ്ടുകളാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആ 8-ൽ ഓൾറെഡി 4 ഇവിടെ പരാമർശിച്ചു. ബാക്കി വരുന്ന 4 ആർബിട്രേജ് ഫണ്ടുകളാണ്. അതിലൊന്ന് SBI ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ്. ഇത് 2218 കോടിയുടെ ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് കൊഡാക് ആർബിട്രേജ് ഫണ്ടാണ്. ഇവിടെ 1684 കോടിയുടെ ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് ആദ്യ ബിർള സൺ ലൈഫ് ആർബിട്രേജ് ഫണ്ടാണ്. ഇവിടെ 1664 കോടിയുടെ ഒരു ഒഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറ്റൊന്ന് ടാറ്റ ആർബിട്രേജ് ഫണ്ടാണ്. ഇവിടെ 1369 കോടിയുടെ ഒരു ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ആർബിട്രേജ് ഫണ്ടുകളിലേക്ക് ഇത്രയധികം ഫണ്ട് ഒഴുകുന്നതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ എന്താണ് ഈ ആർബിട്രേജ് ഫണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ഫണ്ടാണ്. ഡെറ്റുകളിലും ഈക്വിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. പക്ഷേ ഇവിടെ അവരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാഷ് മാർക്കറ്റിൽ, ഫ്യൂച്ചർ മാർക്കറ്റിലും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ആർബിട്രേജ് സാധ്യതകളുള്ളത് അവിടെയൊക്കെ ഇവർ വിൽപ്പന നടത്തുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇപ്പോൾ അതൊരു കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ BSE എക്സ്ചേഞ്ചിൽ ഇന്ന് നമ്മൾ കാണുന്ന അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1373.75 ആണ് റിലയൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇതേ റിലയൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് NSEയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1372.90 ആണെന്ന് കാണും. അപ്പോൾ ഇവിടെ 0.85 ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ 2 എക്സ്ചേഞ്ചിലുമുള്ള ഈ ഒരു പ്രൈസ് ഡിഫറൻസ് അത് നമ്മൾ കുറച്ചുകൂടി സമർത്ഥമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ 85 പൈസയുടെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 10,000 റിലയൻസിൻ്റെ ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ NSEയിലാണ് നമ്മളെ ഷെയർ ഉള്ളതെങ്കിൽ നമുക്കത് BSEയിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ 85 പൈസ ഒരു ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 ഷെയർ ഉണ്ടെങ്കിൽ 8,500 രൂപ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ഇത് ഒരു സാധ്യത. മറ്റൊരു സാധ്യത നമുക്കറിയാം, മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും ഉണ്ട്. റിലയൻസിൻ്റെ ഫ്യൂച്ചർ
കോൺട്രാക്റ്റുകൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1372 NSEയിൽ റിലയൻസിൻ്റെ പ്രൈസെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇന്നത്തെ പ്രൈസ് 1376. ഇതിന് എക്സ്പയറി ഉണ്ട്. അപ്പോൾ അതിന് ഉള്ളിലായിട്ട് നമുക്ക് ഈ സെയിൽ നടത്തിക്കൊണ്ട് നമുക്ക് അവിടെയും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈസ് ഡിഫറൻസിനെ മുതലെടുത്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ഒരു രീതിയാണ് ആർബിട്രേജ് ഫണ്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിസ്ക് വളരെ കുറവാണ്. കാരണം ഇവിടെ ഓൾറെഡി പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ആ പ്രൈസ് കിട്ടുമെങ്കിലേ അത് വിൽക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതുകൊണ്ട് നിലവിലുള്ള ഇവരുടെ റിട്ടേൺ എപ്പോഴും പോസിറ്റീവായിരിക്കും. അതുകൂടാതെ ഇതിന് ടാക്സ് ബെനിഫിറ്റുകളുണ്ട്. കാരണം ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും മാത്രമാണ് ഇതിൽ വരുന്നത്. അല്ലാതെ നമുക്ക് ഡെറ്റിൽ ഇൻട്രസ്റ്റ് ഇൻകം ടാക്സ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ആർബിട്രേജ് ഫണ്ടുകളുടെ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ കഴിഞ്ഞ ഒരു മാസം നോക്കുകയാണെങ്കിൽ 0.39% മുതൽ 0.74% ആണ്. അതായത് ഹയസ്റ്റ് റിട്ടേൺ 0.74% ആണ്. ഇപ്പോൾ മൊത്തത്തിൽ നിഫ്റ്റി നെഗറ്റീവിൽ പോകുമ്പോഴും ഈവൻ ഡെറ്റ് ഫണ്ടുകൾ പോലും ഇത്ര റിട്ടേൺ നൽകാത്തപ്പോൾ ആർബിട്രേജ് ഫണ്ടുകൾക്ക് നല്ല റിട്ടേൺ നൽകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരിക്കലും ലോങ് ടേമിൽ ഇത് പരിഗണിക്കാൻ കഴിയില്ല. നമുക്ക് ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ട് പോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ പണം താൽക്കാലികമായിട്ടൊരു 3 മാസം 6 മാസം പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് ഫണ്ട് ഒഴുകാനുള്ള ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു വളറ്റിലിറ്റി കാരണം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ പണം ഇതിലേക്ക് പമ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതിലിപ്പോൾ നല്ല ഇൻഫ്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് 8 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.